സഹോദരങ്ങളെ, നമ്മെ സ്നേഹിച്ച, നാം സ്നേഹിച്ച, നമ്മുടെ ഹൃദയത്തിൽ നാം എന്നും കാത്തു സൂക്ഷിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തനായ ബഹുമാനമുള്ള സേവ്യർ വെപ്പലച്ചൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 7 ദിവസങ്ങൾ ആകുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഈ ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ചില വചനങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സുകളിൽ ഒന്ന് ഓർക്കുക നല്ലതാണ്. മരണം എല്ലാ മനുഷ്യരെയും തേടി വരുന്ന ഒരു സത്യമാണ്. അത് എപ്പോഴാണ് എന്ന് മാത്രം മനുഷ്യനറിയില്ല. ജനിക്കുന്ന മനുഷ്യൻ മരിക്കും, വിടരുന്ന പുഷ്പം പൊഴിയും, കാണപ്പെടുന്നവ അസ്തമിക്കും, കാണപ്പെടാത്തവ ഉദയം ചെയ്യും. ഇത് പ്രകൃതിയുടെയും ഒരു തത്വമാണ്. മനുഷ്യ ജീവിതം ഒരു യാത്രയാണ്. അത് ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിൽ എത്തിച്ചേരേണ്ട ഒരു യാത്ര. ഒരപ്പനച്ചന്റെ ജീവിതം ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ഈ ലോകത്തിൽ വാടകക്കാരനായി ജീവിച്ച് ദൈവിക രഹസ്യങ്ങളുടെ സൂക്ഷകനായിട്ട് കർത്താവിന്റെ പുരോഹിതനായിട്ട് തന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചുപോയി. നാം എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നാം യാത്രയാക്കാൻ പോയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവര് നമ്മൾ അന്യദേശങ്ങളിലേക്കൊക്കെ യാത്രയാക്കുമ്പോൾ നാം ആരും തന്നെ ചിരിച്ച് സന്തോഷിച്ച് യാത്രയാക്കിയിട്ടില്ല. അവർ നമ്മെ കരയിപ്പിക്കും. ആ വേർപാട് താൽക്കാലികമാണെങ്കിൽ പോലും നാമും കരയും, അവരും കരയും. അവസാനം ഒരു തെറ്റ പറഞ്ഞ് കണ്ടുകൊള്ളും. നമുക്കറിയാം, ആ പോകുന്ന യാത്രക്കാരൻ തിരിച്ചു വരുമെന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ പോലും ആ വേർപാടിന്റെ വേദന താങ്ങുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നുപോയ സ്നേഹബഹുമാനമുള്ള സേവ്യവരപ്പനത്തിന്റെ ജീവിതത്തെ ഓർക്കുമ്പോൾ അല്പം കണ്ണുനീരോടും നെടുവേർപ്പോടുമല്ലാതെ നമുക്ക് ഓർക്കുവാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ അനേകം പേരിന് നമ്മുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ശവസംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. പല മരണവീടുകളിലും നാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചില വ്യക്തികൾ പറയുന്ന ഒരു വാക്കുകൊണ്ട് ആ മുഖത്തിന്റെ പ്രസന്നത എത്ര വലുതാണ്. ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ കിടക്കുന്നു, നമ്മെ നോക്കുമ്പോൾ ജീവനുള്ളത് പോലെ തോന്നുന്നു. ആ മുഖത്തിന് എന്തൊരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിന്ന് ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവന്റെ മൃതശരീരം സംസ്കരിക്കുന്നതിന് മുമ്പ് കാണാൻ പോകുന്ന നമ്മുടെ വിലയിരുത്തലിന് കാരണം എന്താണ്? മരണമെന്ന കവാടത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ തനിക്ക് മുമ്പേ കടന്നുപോയവരെ അവനെ കാണുവാനായിട്ട് സാധിക്കും എന്നതാണ് സത്യം. 7 ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനമുള്ള ഒരപ്പനച്ചന്റെ മൃതശരീരം നാം കണ്ടപ്പോൾ ആ മുഖം വളരെ പ്രസന്നമായിരുന്നു, വളരെ ചിരിക്കുന്ന മുഖമായിരുന്നു, ദൈവിക തേജസ് കൊടുത്തവരായിരുന്നു. കാരണം തനിക്ക് മുമ്പേ കടന്നുപോയവരെയൊക്കെ അവിടെ കണ്ടുമുട്ടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. ബഹുമാനമുള്ള അച്ഛനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന്, വചനം പങ്കുവയ്ക്കണമെന്ന് സ്നേഹബഹുമാനുള്ള പ്രിൻസസ് പറഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. അതൊരു വിളിയാണ്. ആ വിളിക്കുള്ള പ്രത്യുത്തരമുണ്ട്, അതൊരു അനുഗ്രഹമുണ്ട്, വാഗ്ദാനമുണ്ട്, മുന്നറിയിപ്പുണ്ട്. ആ വചനം ഇപ്രകാരമാണ്: എന്നെ പ്രതി, സുവിശേഷത്തെ പ്രതി, മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ വയലുകളെയോ വിട്ടുപേക്ഷിച്ചു വരുന്നവന് 100 ഇരട്ടി പ്രതിഫലം ലഭിക്കും ഈ ലോകത്തിൽ.
ആയിരക്കണക്കിന് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും സ്വന്തമാക്കിയിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ആ വചനം തുടർന്ന് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒപ്പം പീഡകൾ. വീണ്ടും പറയുന്നു, വരാനിരിക്കുന്ന രാജ്യത്തില് നിത്യജീവൻ. ഈ തിരുവചനങ്ങള് 100% ഒരപ്പനച്ചന്റെ ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത മരണമെന്ന കവാടത്തിലൂടെ അദ്ദേഹം കടന്നുപോയിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവ് നമ്മോടൊപ്പമുണ്ട്. നമുക്കെന്നും സഹായമായിട്ട്, തുണയായിട്ട് ദൈവസന്നിധിയിൽ ഈ ആത്മാവ് പ്രാർത്ഥിക്കും എന്നത് സത്യമാണ്. ഉപനിഷത്തിൽ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്, ശരീരേണ മരണം പ്രകൃതി. ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് മരണം സംഭവിക്കുകയാണ്. ശരീര ധർമ്മസാധനം, ശരീരം ധർമ്മം ചെയ്യുവാനുള്ളതാണ്. തന്റെ ഈ ശരീരം ഈ ലോകത്ത് കടന്നു പോകേണ്ടതാണ് എന്ന് 100% ബോധ്യമുണ്ടായിരുന്ന ഒരപ്പനച്ചൻ തന്റെ ആത്മാവ് വസിക്കുന്ന ഈ കൂടാരത്തിൽ, ഈ ശരീരത്തിൽ ജീവനോടായിരുന്നപ്പോൾ അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ സേവനത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. ജഗൻ മിഥ്യ, ബ്രഹ്മം സത്യം. എല്ലാ യാഥാർത്ഥ്യങ്ങളും കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ദൈവം മാത്രമാണ് നിത്യമായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് നിത്യമായി നിലനിൽക്കുന്ന നിത്യനൂതന സൗന്ദര്യമായ ദൈവത്തെ ഉള്ളാരെ ഉൾക്കൊണ്ട് സ്നേഹിക്കുവാനായിട്ട് എപ്പോഴും അച്ഛൻ കരുതിയിരുന്നു. യാക്കോബിനെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 49:33 പറയുന്നു, അവന് പറയുവാനായിട്ടുണ്ടായിരുന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ തല ചായച്ചു കിടന്നു, അവൻ നിദ്ര പ്രാപിച്ചു. അത് ഓരോരുത്തരത്തിന് ദൈവം നൽകിയ ആയുസ് 75 വർഷം. ഈ 75 വർഷത്തില് 50 വർഷത്തെ പൗരോഹിത്യ ജീവിതം ധന്യമാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരപ്പനച്ചനെ കുറിച്ച്, അച്ഛന്റെ കൂടെ ജീവിച്ച വ്യക്തിയാണ് ഞാൻ, അച്ഛന്റെ ശിഷ്യനാണ് ഞാൻ, അച്ഛന്റെ കാരുണ്യവും പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ പുരോഹിതനായി അഭിഷേകം പ്രാപിച്ചത്. അച്ഛനോടുള്ള സ്നേഹവും വിശ്വസ്തതയും എക്കാലവും ഞാൻ കാത്തു സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നലെ തിരുവനന്തപുരം അതിരൂപതയില് സി ജോസഫ് അച്ഛനുമായിട്ട്, ഒരപ്പനച്ചന്റെ സഹപാഠിയാണ്, അദ്ദേഹവുമായിട്ട് പഴയകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ സി ജോസഫ് അച്ഛൻ പറഞ്ഞ ചില ചിന്തകളുണ്ട്. ഞാൻ ഇന്ന് ഫെർണാണ്ടസ് അച്ഛനോട് പറയുകയും ചെയ്തു. അന്ന് അവർ 3 പേരാണ്, 3 പേര് 3 സ്വഭാവക്കാരാണ്. ഫെർണാണ്ടസ് അച്ഛൻ എപ്പോഴും പാട്ട് പാടി, താളം പിടിച്ച്, പാട്ട് പഠിപ്പിച്ച് ആ ഒരു ലോകത്തിൽ വളരെ സന്തോഷിക്കുന്ന വ്യക്തിയായിരുന്നു. കരിയൽ പിതാവായിട്ട് നല്ല മലയാളമുള്ള, നല്ല വചന പ്രഭാഷകനായ വ്യക്തി. എന്നാൽ ഒരപ്പനച്ചനെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുമ്പിലും ഇടിച്ചു തേച്ചെന്ന് പരിചയപ്പെടുവാനോ, സ്നേഹബന്ധം പുലർത്തുവാനോ, കൂട്ടുപിടിച്ച് ഉഴപ്പി നടക്കുവാനോ അദ്ദേഹം ഒരിക്കലും, അദ്ദേഹത്തെ 7 വർഷവും കണ്ടിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ആരെയും തന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്നതാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്
നമുക്കറിയാം കാനൂൻ നിയമം പഠിച്ച പണ്ഡിതന്മാരായ അച്ഛന്മാർ വീട്ടിയാണ്. ഒരു കന്യാസ്ത്രീക്ക് വൈദിക സമൂഹം തുടങ്ങാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഒരു പുരോഹിതന് സമർപ്പിത സഹോദരിമാരുടെ സമൂഹം തുടങ്ങുവാനായിട്ട് സാധിക്കും. അത് നന്നായി അറിയാവുന്ന സഹോദരിമാര് ഒരപ്പനത്തിന് നിരന്തരമായിട്ട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ ഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്ന് ആശ്രമത്തില് കപ്പുച്ചൻ സഭയില് അവിടെ വന്ന് ഒരു വർഷം നൊവേഷ്യത്ത് അനുഷ്ഠിച്ച് വെറും 20 അല്ലെങ്കിൽ 18 വയസ്സ് പ്രായമുള്ള നവസന്യാസികളുടെ ഈ 45-50 വയസ്സ് പ്രായമുള്ള വൈദികൻ ഒരു സന്യാസാർത്ഥിയെ പോലെ ജീവിച്ചു. നോക്കണേ, അവിടെയാണ് ആകെ യാഥാർത്ഥ്യത്തിലേക്ക് വരുവാൻ വേണ്ടി എത്രമാത്രം അവർ താഴ്ന്നിറങ്ങുന്നത് നോക്കണം. അവിടുത്തെ മാസ്റ്ററായിരുന്ന ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ, സുപ്പീരിയറുടെ തദ്ദേശ അച്ഛൻ, ഇവർക്കാർക്കും ഇത്രയും പ്രാപിച്ചത് ഈ വൈദികൻ ഒരിക്കലും പ്രതിബദ്ധമല്ലായിരുന്നു. അവർക്കെപ്പോഴും മാതൃകയുള്ള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പുരോഹിതനായി നവസന്യാസികൾക്ക് വലിയ പ്രചോദനമായി. അങ്ങനെയാണ് ഇന്താദേശം ഫാദേഴ്സിന്റെ സമൂഹം അവരെ തുടങ്ങുവാൻ തീരുമാനിച്ചത്. കുര്യതയുടെ പിതാവ് അതിന് അനുവാദം നൽകുന്നതും അദ്ദേഹം തുടങ്ങി. ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന പ്രദേശത്ത് പല അച്ഛന്മാരായ പല സമൂഹങ്ങളുണ്ട്. അവരാരിപ്പോൾ അതിലില്ല. ഞാൻ ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അന്ന് അച്ഛനോടൊപ്പം ജീവിച്ചു പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. ഇതാ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് കടന്നു വരുന്ന ഒരു വലിയൊരു പ്രതിസന്ധി അച്ഛന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരപ്പലച്ചൻ മാനസികമായിട്ട് എത്രത്തോളം സംഘർഷം, യെരൂശലേം തോട്ടത്തില് വിയർപ്പ് തുള്ളികളെ രക്തത്തുള്ളികളാക്കി മാറ്റുവാൻ പൊന്നു പിതാവായ ദൈവം പുത്രനെ അനുവദിച്ചു എങ്കിൽ അതേ അനുഭവത്തിലേക്ക് എത്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെ ആത്മീയ സംഘർഷം അനുഭവിച്ചു. അധികാരികളെ അനുസരിക്കണം, തന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികളെ സംരക്ഷിക്കണം, തന്റെ ദൈവത്തെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. എളുപ്പമുള്ള കാര്യമില്ല. ഇന്ന് കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സഭയ്ക്കെതിരെ, പുരോഹിതന്മാർക്കെതിരെ, സമർപ്പിതർക്കെതിരെ വാപോരാതെ പറയുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഒരപ്പനച്ചൻ സെമിനാരി പഠിക്കുന്ന കാലം മുതല് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന വ്യക്തിയാണ്. ഫെർണാണ്ടസ് അച്ഛനോട് ചോദിച്ചാൽ അറിയാം, ഡൊമിനിക് അച്ഛനോട് ചോദിച്ചാൽ അറിയാം. ആ ദിവസങ്ങളിലൊക്കെ എപ്പോഴും ചെറിയ ലെവലിൽ വർദ്ധിപ്പിച്ച് വരുമായിരുന്നു, എപ്പോഴും കൂടെ നിൽക്കുമായിരുന്നു. പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിലാണ് ഞാൻ അച്ഛനുമായി കൂടുതൽ അടുക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അച്ഛന്റെ ശിഷ്യനാണ്. അച്ഛൻ ഉടനെ പറയും, അല്ല, എന്റെ സ്നേഹിതനാണ്. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ കൊണ്ടും അദ്ദേഹം പറയുന്നത് ഇതെന്റെ സ്നേഹിതനാണ്. ഒരു ദിവസം അച്ഛൻ വളരെ അസ്വസ്ഥനായിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അച്ഛന്റെ മുറിയിലോട്ട് കയറിച്ചത്. ഇവിടെ ഇരിക്കുന്ന ചില അച്ഛന്മാർക്ക് അറിയാം, അച്ഛൻ അസ്വസ്ഥനായിരിക്കുന്ന ചെറിയ ശബ്ദം കേട്ടപ്പോൾ പൊട്ടിത്തെറിക്കും. പക്ഷെ ഞാൻ ചാപ്പലിൽ നിന്ന് അല്പസമയം പ്രാർത്ഥിച്ചൊരു ശക്തി നേടിയിട്ടിട്ട് ഞാൻ അച്ഛന്റെ വാദത്തിൽ നിർത്തി. ഞാൻ എനിക്ക് അച്ഛനെ ഒന്ന് കാണാം. എന്താ കാര്യം? ഞാൻ എന്റെ കാര്യമൊന്നുമില്ല, അച്ഛന്റെ കാര്യം സംസാരിക്കുന്നു. ഒരു വൈദിക വിദ്യാർത്ഥി തന്റെ മാസ്റ്ററിനോട് പറയുകയാണ് അങ്ങയുടെ കാര്യം സംസാരിക്കുന്നു. സ്നേഹത്തോട് വിളിച്ച് ചോദിച്ചു. ഞാൻ അങ്ങയോട് ചോദിച്ചൊരു ചോദ്യം, അച്ഛ, ഈ ദിവസങ്ങളിൽ അച്ഛൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണെന്ന് പറയാം. അങ്ങനെ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, കുർബാന ചെല്ലുന്നുണ്ട്, ആർക്കും ഒരു കുറവ് വയ്ക്കാനുണ്ട്. പക്ഷെ അങ്ങനെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം പറയാം. അച്ഛൻ താലിപ്പ കേൾപ്പിക്കുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞത് എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രിയപ്പെട്ടവരായ ഇന്താദേശം സമൂഹത്തിൽ നിന്ന് അതിന് തിരിച്ചു പോരുമ്പോൾ ഇവിടെ അറിയാം, ആ കാലഘട്ടം അവരെ വളരെ തണലുമായി നിന്നു. ആ സമയത്ത് അച്ഛൻ തീരുമാനം എടുക്കുന്നത് തിരുവനന്തപുരത്ത് വന്ന് വുമൻസ് ജെയിംസ് അച്ഛൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പഴയ സീനിയർ അച്ഛന്മാർക്കെല്ലാം അറിയാം, ആലുവ സെമിനാരിൽ പഠിപ്പിക്കുന്ന അച്ഛൻ. കാരണം വളരെയേറെ പ്രതിസന്ധികളിൽ
മനസ്സിൽ തിരിച്ചു കൊടുത്തു. മോൻസന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ എന്ത് തീരുമാനം എടുക്കണം? ആദ്യ ദിവസം ഉത്തരം കൊടുത്തില്ല. രണ്ടാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു, അന്ന് പിതാവിന്റെ അടുത്ത് പോയിട്ട് പറയണം, തട്ടിന്റെ പിതാവിന്റെ അടുത്ത് പോയിട്ട് പറയണം, പിതാവെ അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കാം, ഞാൻ തിരിച്ചു വരുന്നു, അങ്ങനെ സ്വീകരിക്കും. ഒരു കുഞ്ഞിടവക തന്നാൽ നന്നായിരിക്കും. ആർക്ക് സാധിക്കും? ഞാനൊരു വൈദികനാണ്. കഴിഞ്ഞ 8 വർഷമായി നേരത്തിന്റെ രൂപത്തിൽ വിശ്വസത്തെ താമസിക്കുക. പലതരം ഇടപെടൽ, പലതരം പ്രശ്നങ്ങൾ, ഐതിയുടെ സമർപ്പിതയുടെ ദരിദ്ര പ്രശ്നം തലമുറക്കെ കാണാൻ കേൾപ്പിച്ചത് വ്യക്തിയാണ്. ആർക്ക് സാധിക്കും? നട്ടു വളർത്തിയവൻ, വെള്ളമൊഴിച്ച് വളർത്തിയവൻ ഒരു നിമിഷം എല്ലാം വിട്ടുപേക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു പീഡാസഹനമാണ്. പക്ഷെ ആ പീഡാസഹനത്തിന്റെ പിതാവെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വയം അദ്ദേഹം പീഡനം. ദൈവത്തിന്റെ കാര്യം വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, തോമസ് നീ എന്നോടൊപ്പം വരണം. ഒരുപക്ഷെ നീ തുടർന്ന് എന്റെ ദൈവത്തെ പോലും നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനും ഒരപ്പനത്തിനും കൂടെ ആ ദിവസം വൈകുന്നേരം പ്രദേശത്തെ സുരക്ഷിതമാക്കി ആക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോ ചെയ്ത് ക്രീസ്തു വന്നിലേക്ക് വരുന്നു, ഒരപ്പനത്തിനെ അടയാക്കുന്നു, ഒരു ദിവസം താമസിക്കാൻ. ഞാൻ ഇത് പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് ഒരു ആത്മീയ സംഘർഷമുണ്ട്. കർമ്മലിക്കാ സഭയുടെ ചരിത്രം നോക്കുമ്പോൾ വിഷ്ണു കുരിശിലെ യോഗത്തിൽ അന്നത്രേസ്യ അനുഭവിച്ച സംഘർഷം, വിഷ്ണു അൽഫോൻസിനെ അനുഭവിച്ച ആത്മീയ സംഘർഷം, ഈ ചരിത്രം എന്നും ഇക്കാലവും നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ആ ബന്ധത്തിൽ ജീവിച്ചു. അച്ഛൻ മരിക്കുന്നതിന് 10 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛനെ കാണുവാൻ എത്തി. ആശുപത്രിയിലേക്ക് പോയി. ഇവിടെ പള്ളിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, അച്ഛൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ പോയിട്ട് നേഴ്സുമാർ പറഞ്ഞ സംസാരിക്കാൻ സാധ്യത കൊടുത്തില്ല. പ്രിൻസസ് പറഞ്ഞ് പോയാലും കാണാം. വീട്ടിൽ അവിടെ ചെന്ന് അച്ഛനെ വിളിച്ചത് ഈ ദിവസമാണ്. പെട്ടെന്ന് കണ്ണു പറഞ്ഞു, എന്റെ അമ്മയെ വിളി, എന്റെ അമ്മയെ വിളി. എന്നിട്ട് അദ്ദേഹം പിന്നെ അങ്ങനെ 3 മണിക്കൂറോളം അവിടെ സംസാരിച്ചു. അത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു. മരണത്തിന്റെ തലേ ദിവസം ഞായറാഴ്ച മരിക്കുന്നു, ശനിയാഴ്ച വൈകുന്നേരം അച്ഛനിലേക്ക്. അന്നും ഇതുപോലെ നീണ്ട മണിക്കൂറുകൾ അച്ഛനോടൊപ്പം സംസാരിക്കുന്നു. ആ സമയം അച്ഛൻ കൊച്ചച്ഛൻ ഫോൺ ചെയ്യുന്നു, അച്ഛൻ വീട്ടിൽ ആരോഗ്യസ്ഥിതി അറിയാൻ. നേഴ്സുമാർ ചോദിച്ചു, ഇതാളാരാച്ചാന്ന് ചോദിച്ചു. ഇതെന്റെ സ്നേഹിതനാണ്, ഇതെന്റെ സ്നേഹിതനാണ്. ഞാൻ എന്റെ ഗുരു, അപ്പോഴെ കളിയാക്കി ഗുരു, ഇതിന് വളരെ ദാസ്യം ഒരു ഗുരു കളിയാക്കി പറഞ്ഞു, എന്റെ സ്നേഹിതനാണ്. പ്രിയപ്പെട്ട ഒരു സുവിശേഷം പറഞ്ഞു വെക്കുക, ഞാൻ നിങ്ങളുടെ ദാസന്മാരെന്ന് വെക്കില്ല, നിങ്ങളുടെ സ്നേഹിതനാണ്. സ്നേഹിതന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. എന്റെ ഗുരുവിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. കുറെ കഴിഞ്ഞാലും അച്ഛൻ ഞാനൊന്ന് പോകട്ടെ, നാളെ ഞായറാഴ്ച കുർബാനയാണ്. പെട്ടെന്ന് അച്ഛൻ തകഞ്ഞു. പെട്ടെന്ന് ഒരപ്പോൾ അച്ഛൻ തകഞ്ഞു. കരകരപ്പോഴ് ഞാൻ പറഞ്ഞു, ഇപ്പൊ പോകുന്നില്ല, അച്ഛൻ കഴിയട്ടെ. നമ്മുടെ കോച്ചേരി പള്ളിയിൽ ജോൺസൺ ചേട്ടൻ ഉണ്ട്. അദ്ദേഹം കൂടെ സാക്ഷി കണ്ടുണ്ട്. ജോൺസൺ അച്ഛൻ കുറച്ച് സമയം എന്തോ ആത്മാവിനൊരു പ്രേരണ തോന്നിയിട്ട് ഞാൻ അച്ഛനെ തോളത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ഒരപ്പനച്ച ഇനി ജീവിതത്തിൽ എന്തെങ്കിലും പൂർത്തീകരിക്കുവാനുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങേക്ക് എന്തെങ്കിലും പറയുവാനായിട്ട് അങ്ങേക്കുണ്ടോ? അങ്ങ് തുടങ്ങിയതും അങ്ങ് ആഗ്രഹിച്ചതും ആശ്രയിച്ച ദൈവങ്ങളിൽ ആശ്രയിച്ചത് എന്തെങ്കിലും പൂർത്തീകരിക്കുവാൻ അങ്ങേക്കുണ്ടോ? ഒന്ന് ശാന്തമായി ചിരിച്ചിട്ട് ഒന്ന് കണ്ണടച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛ ഒന്ന് തമാശ പറയാം, ഒന്ന് അച്ഛന് പറഞ്ഞേ ഞാനൊന്ന് കൊടുത്തേ. ഇവിടെ കുഞ്ഞെ കാണിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ കളിയാക്കുന്ന ഒരു തമാശ ഞാൻ പറയാം. ഇതാണ് സാഹചര്യം അനുകൂലമാണ്, പ്രതികൂലമാണെന്നും വിരിക്കില്ല. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് അച്ഛൻ കളിയാക്കാതെ അപ്പിയിട്ട ചായ വേണമെന്ന്. അപ്പൊ എങ്ങനെയാണ് തരുന്നത്? അച്ഛ ആദ്യത്തെ ചോദിച്ച് ചൂട് വെള്ളം വേണം. വേണ്ട, അപ്പിയിട്ട ചായ വേണമെങ്കിൽ ആ മണിക്കൂറുകള് ദൈവാനുഭവത്തിന്റെ മണിക്കൂറുകളാണ്. പതിവില്ലാതെ എന്റെ പോക്കറ്റിൽ മിഠായി വെച്ചു. ഞാൻ അച്ഛനെ മിഠായി വെച്ചത്
അത് സ്നേഹത്തിന്റെയും കമ്പനിയുടെയും മുക്കലാകുന്നില്ല. ഇത് ഈ മിഠായികളെല്ലാം ആ സ്നേഹത്തിന്റെ അടയാളമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉള്ളുകൊണ്ട് ഞാൻ പറഞ്ഞു, ആത്മാവെ ശാന്തമാക്കുക, നീ സമാധാനമായിരിക്കുക. എന്നിട്ട് ഉള്ളുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇറങ്ങില്ല, നിന്നെ സ്വീകരിക്കുവാനായിട്ട് ഈ ആത്മാവ് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരന്ധകാര ശക്തികളോ ദുഷ്ടശക്തികളോ ദുഷ്ട മനുഷ്യരോ ഇങ്ങോട്ട് കടന്നു വരുവാൻ അനുവദിക്കരുത്. തിരുരക്തത്തിന്റെ സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അച്ഛനെ കൂടി എന്നെ ആശ്രയിച്ചു. ഞാൻ അച്ഛനും റസീദാക്കിനെ കുറിച്ചു സമ്മതിച്ചു. ഞാൻ ആശീർവാദം കൊടുത്ത് നെറ്റി കുരിശു വരച്ചൊന്ന് ചുംബിച്ചു. ഞാൻ അവിടെ പിറ്റു നടന്നത് അച്ഛനെയോട് ധന്യമായി. പ്രിയപ്പെട്ടവരെ, ചിന്തകൾ അച്ഛൻ അവസാനിപ്പിക്കുന്നതിനെയാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ കൽപ്പനകളും കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഞാൻ ശാന്തതയോടുകൂടെ കണ്ടെത്തണം. സംഗീതങ്ങളിൽ പറയുന്നത് പോലെ ഓരോ ദിവസവും ചിന്തിക്കണം, കർത്താവേ എന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കുന്നു. എന്റെ ദിനങ്ങൾ എത്ര നീളമെന്ന് എനിക്ക് അറിയില്ല. എന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കുന്നു. ഇന്ന് ഈ കുർബാന കഴിഞ്ഞ് സെമിത്തേരിയിൽ പോയി അച്ഛന്റെ കല്ലറയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയാം, അച്ഛ അങ്ങയുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണി അങ്ങ് പൂർത്തീകരിച്ച് ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഈ അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ദൈവസ്ഥനെ പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ല. നമുക്ക് വേണ്ടി ദൈവം അച്ഛനെ ഒരുക്കി ഈ അമരാവതി ഇടവക ഭാഗ്യപ്പെട്ടിട്ടുള്ളത് ധന്യമായ ഇടവകയും. കഴിഞ്ഞ വർഷം ഇവിടെ കീഴാനുഭവ ധ്യാനം ഞാൻ നടത്തി. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉപസരിപ്പിക്കാനുണ്ടായിരുന്നു. പ്രസഹായ തലേദിവസം രാത്രിയായിട്ട് പോകുന്നത് ഓസാരിയെല്ലാം അച്ഛനെ കുറച്ച് നാളുള്ള വർഷമായിരുന്നു. അച്ഛൻ വരുന്ന വഴിയെ അതേ പ്രസഹ കടന്നുപോകുന്നത്. ഈ കടന്നുപോക്കിൽ നമുക്ക് അച്ഛനെ കൊടുക്കും. നമ്മളെന്നും നന്ദിയോടെ അനുസരിച്ചതാണ്. ഞാൻ ഇന്നലെ സ്വീകരിച്ചപ്പോൾ ആത്മീക്ഷനോട് പറഞ്ഞത് ഇത് തന്നെയാണ്. ഒരു മകനും മകൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അത്ര കരുതലും സ്നേഹവും കൊടുക്കുവാൻ പ്രിൻസസിന് സാധിച്ചു. അച്ഛന്റെ കാര്യമല്ല. പ്രദേശത്ത് വെച്ച് യേശു പത്രോസിനോട് അവൻ ഉത്തരം ശരിയായി എന്ന് പറയുന്ന മാംസരക്തങ്ങളല്ല നിനക്ക് സാധിച്ചത്. അതുപോലെ പ്രിൻസസ് അങ്ങയുടെ മാംസരക്തങ്ങൾ മുഖ്യമല്ല. അങ്ങയുടെ മാതാപിതാക്കൾ നന്ദി ചെറുപ്പമെന്ന് പങ്കി പഠിപ്പിച്ച പാഠമാണ്. അങ്ങയുടെ സെമിനാരിൽ നിന്ന് കിട്ടിയ ഫിലോസഫിയോ തിയോളജിയോ മനഃശാസ്ത്രമോ ഒന്നുമല്ല. അങ്ങയുടെ മാതാപിതാക്കളുടെ പെരുകലിലെ പുരുഷനടയാളത്താൽ അരച്ചു പഠിപ്പിച്ച ആ പിതൃസ്നേഹം, ആ മാതൃസ്നേഹം, സഹോദര സ്നേഹമാണ് വലിയച്ഛനോട് കാണിച്ചത്. തീർച്ചയായും പൗരോഹിത്യ ജീവിതവും ധന്യമാണ്. ഒരു കാലത്ത് ഈ